യുക്രൈനിൽ റഷ്യൻ അധിനിവേശം അതിവേഗത്തിലെന്ന റിപ്പോർട്ട്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം അധിനിവേശം ഇത്രയും ദ്രുതഗതിയിലാകുന്നത് ഇപ്പോഴാണ്. യുക്രൈന്റെ 18% ഭൂമിയും റഷ്യയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. കിഴക്കൻ തെക്കൻ പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ് പുടിൻ. ലണ്ടൻ നഗരത്തിന്റെ പകുതി ഭൂവിസ്തൃതിക്ക് സമാനമായ ഭൂമിയാണ് ഇക്കഴിഞ്ഞ മാസം മാത്രം റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ആഴ്ച മാത്രം 235 ചതുരശ്ര കിലോമീറ്റർ ഭൂമി. നവംബറിലെ ആകെ കണക്കെടുത്താൽ 600 ചതുരശ്ര കിലോമീറ്റർ. യുക്രൈൻ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മാപ്പിംഗ് ഏജൻസിയായ ഡീപ് സ്റ്റേറ്റ് അടക്കം ശരിവെക്കുന്ന ഡേറ്റയാണിത്. റഷ്യ അവകാശപ്പെടുന്നതുപോലെ യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് ഏറ്റുമുട്ടലുകൾ എത്തിയിരിക്കുന്നതായി യുദ്ധത്തെ അടുത്തു നിരീക്ഷിക്കുന്നവർ വ്യക്തമാക്കുന്നു. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള കേർസ്കിലും യുക്രൈന് തിരിച്ചടിയുണ്ടാകുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ജൂലൈയിൽ യുക്രൈൻ പിടിച്ചെടുത്ത പ്രദേശം തിരിച്ചുപിടിക്കാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് റഷ്യ. 20,000-ഓളം വരുന്ന യുക്രൈൻ സൈനികരെ നേരിടാൻ 50,000 സൈനികരെയാണ് റഷ്യ കളത്തിലിറക്കിയിരിക്കുന്നത്. മറുവശത്ത് സൈനിക റിക്രൂട്ട്മെന്റിൽ വരെ കാലിടറിയ നിലയിലാണ് യുക്രൈൻ ഉള്ളത്. നിലവിൽ 18% യുക്രൈൻ ഭൂമി റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ക്രിമിയയ്ക്ക് പുറമെ ഡോൺബാസിന്റെ 80%, സപ്പോരിജിയ, കെർസൺ മേഖലകളുടെ 70%, ഖാർക്കീവിന്റെ 3% എന്നിങ്ങനെ കിഴക്കൻ തെക്കൻ യുക്രൈൻ പ്രദേശങ്ങളാണിത്. ഇതിൽ ഡോൺബാസ് പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാനും കെർസ്കിൽ നിന്ന് യുക്രൈൻ സൈനികരെ ഒഴിപ്പിച്ച് മേഖല തിരിച്ചുപിടിക്കുന്നതിനുമാണ് പുടിൻ ഊന്നൽ കൊടുക്കുന്നതെന്ന് യുഎസിന്റേതടക്കം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.